എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെയും അണ്ണൻ്റെയും വീടിൻ്റെ പാലുകാച്ചാണ്. അവരുടെ വീടിൻ്റെ ആ ഒരു പ്ലാൻ വരപ്പ് തൊട്ട് ഇന്നേ ദിവസം വരെ എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ആ കാത്തിരിക്കുന്ന സുദിനം, അതായത് അണ്ണൻ്റെയും ചേച്ചിയുടെയും വീടിൻ്റെയും പാലുകാച്ച്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. തലേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇല്ല ബ്ലൗസിലൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് 1:30-2 മണി ആവാറായപ്പോഴാണ് ഉറങ്ങിയത് തന്നെ. അപ്പോൾ എന്നാലും ഞങ്ങൾ രാവിലെ എണ്ണീറ്റു, കാരണം പാലുകാച്ചിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 12 മണി സംതിങ് ആയിരുന്നു ടൈം നമ്മുടെ പാല് കാച്ചുന്നതിൻ്റെ. അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റ് കുളിച്ചു. അമ്മ അവിടെ നിന്ന് പൂവൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ആ ഒരു ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള. അപ്പം ചേച്ചി ആദിക്ക് ഫുഡൊക്കെ വാരി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവണം. ഞാനും ചേച്ചിയൊക്കെ സാരിയാണ് കേട്ടോ, പെട്ടെന്ന് റെഡി ആവട്ടെ. അങ്ങനെ ഞാൻ ദാണ്ടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിന് ആയിട്ടുള്ളായിരുന്നു, സെയിം സംഭവമാണ് ഞാൻ സാരിയുടെ കൂടെ അങ്ങ് പെയർ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചിക്ക് റെഡ് ആയിരുന്നു. ഇതെൻ്റെ കല്യാണത്തിന് ചേച്ചി കൊടുത്ത സാരിയുടെ ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വർക്ക് കുറവായതുകൊണ്ടാണ് തലേന്ന് ഞാൻ വർക്കൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സെയിം പോലൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എല്ലാവരുടെ മുഖത്തൊക്കെ എന്തൊരു ടെൻഷൻ പോലല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാലുകാച്ചിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യമേ എന്താണ് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അമ്മ, അച്ഛൻ, പപ്പ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി, അണ്ണൻ എല്ലാവരും ഇങ്ങനെ വീടിൻ്റെ ചുറ്റും വലമൊക്കെ വെച്ച് അങ്ങനെ അവർ പറയുന്ന കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന ചടങ്ങാണ്. വീട്ടിലോട്ട് കയറുമ്പം വീട്ടിലെ മുതിർന്ന ആൾക്കാർ, അപ്പ, അമ്മ, അങ്ങനെയൊക്കെ ഉള്ളവർ, അയ്യോ പുറകെ ഞാനും നിൽപ്പുണ്ടല്ലോ ഒരു കലമൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഇങ്ങനെ ചടങ്ങാണ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറുക എന്നുള്ളൊരു ചടങ്ങാണ്. ഹിന്ദു ആചാരപ്രകാരം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അകത്ത് വെച്ചും കുറച്ച് എന്താണ് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുതിർന്ന ആൾക്കാർക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കാര്യം നടക്കുമ്പം എല്ലാവരുടെയും ഒരു അനുഗ്രഹം മേടിക്കുന്നത് നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എന്താണ് ആ ഒരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. ഞാനവിടെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ദക്ഷിണയും തന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിൽ ദാണ്ടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാല് കാച്ചെന്നുള്ള ചടങ്ങാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മൊത്തം ഞാൻ ഞങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ഡ്രസ്സ് നോക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ കണക്കുള്ള കളറൊക്കെ കൊടുത്ത് നല്ല രസമില്ലായിരുന്നു. അപ്പം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രാവിലെ എണീറ്റപ്പോൾ വർക്ക് ചെയ്തതൊക്കെ കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി ഞങ്ങളവിടെ ചുമ്മാതിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് അമ്മയും ഞാനും വല്യമ്മച്ചിയും മാമിയും ഒക്കെ ആയിട്ടാണ് ഇരുന്നത്. അണ്ണനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് ചളുവൊക്കെ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നൈസിന് മുങ്ങി ഹോം സ്റ്റേ പോയിരുന്നു. അത് അപ്പുവിനും അപ്പുവിൻ്റെ കൂട്ടുകാരനുമാണ് കേട്ടോ. അവർ രണ്ടുപേരോടാണെങ്കിൽ ചേച്ചിയുടെ അണ്ണൻ്റെ ഫോട്ടോസും മറ്റേ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ, നമ്മുടെ വീടിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ. അപ്പോൾ ഏട്ടന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നൈസിന് ഞങ്ങൾ രണ്ടുപേരുടെ മുങ്ങി കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഞാനാണെങ്കിൽ ഫുഡ് വെക്കുന്നിടത്തൊക്കെ ഒന്ന് പോയൊന്ന് കറങ്ങി. എന്തൊക്കെയാണ് ഫുഡെന്ന് നമുക്കറിയാമായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് കറങ്ങി എല്ലാം ഒന്ന് നോക്കി ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ നിർത്തി പോയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഉച്ച ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ സാരിയൊക്കെ മാറി. ചേച്ചി ഇട്ടിരിക്കുന്ന ഈ ടോപ്പില്ലേ, ഇതിൻ്റെ ഒരു ലൈറ്റ് ഗ്രീൻ, ഒരു ഒലിവ് ഗ്രീൻ കളറായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ദൈവമേ, ഒലിവ് ഗ്രീൻ തന്നെയാണോ, ഒരു ഇളം പച്ച കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുഞ്ഞുണ്ണിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വന്നു. അവൻ്റെ വീടിൻ്റെ പാലാച്ചല്ലേ, അപ്പോൾ അവനും കൊടുക്കണ്ടേ ഫുഡ്. അപ്പോൾ അവന് എരിയൊന്നും കഴിച്ചുകൂടാത്തതുകൊണ്ട് ചിക്കൻ ഞങ്ങളൊരു പീസ് എടുത്ത് കഴുകിയൊക്കെ കൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ അവനും അവൻ്റെ വീടിൻ്റെ പാലാച്ചിൻ്റെ ഫുഡ് കഴിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ശരി, നിങ്ങൾ ഇനി എനിക്കെപ്പോഴും താമസിക്കാം, ഒരു ഫോട്ടോ എടുക്കണം. ഓ എല്ലാം പേടിയ. ഞങ്ങൾ രണ്ടും ഒരു ഉടുപ്പാണ്, 2 കളർ. അങ്ങനെ താണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കാരണം ആൾക്കാർ വരുന്നു, അവരൊക്കെ ഫുഡ് കഴിക്കുന്നു, അവരുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലുകാച്ച് കഴിഞ്ഞിട്ടേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് കല്ലിടൽ തൊട്ടുള്ള വീഡിയോ ഞാൻ ഈ പാലുകാച്ച് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും ഒരു ഐസ്ക്രീമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമോട് ഞാൻ ഇടയ്ക്ക് നൈസിന് പറയും, എടാ ഐസ്ക്രീം പോയി എടുത്തോട്ട് വരാൻ. അങ്ങനെ ഞാനും അമ്മയുടെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അണ്ണനും ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം വരുന്നവർ ഇത്രയും തിരക്കുന്ന അവരെ ആയിരിക്കും. അതുകൊണ്ട് അവരവിടെ ഇന്ന് ആൾക്കാരോടൊക്കെ സംസാരിച്ച് എന്താണ് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ, പുള്ളിയെ കണ്ടിട്ട് കുറച്ച് നേരമായെന്ന്. അങ്ങനെ ഞാൻ മേളിൽ പോയി നോക്കിയപ്പോൾ ഏട്ടൻ അവിടെ ചുമ്മാ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് നേരം ഏട്ടനോടിരുന്നു. ലൈറ്റുണ്ടോ? ഇവിടെ ഈ ലൈറ്റേ ഉള്ളൂ. അങ്ങനെ താഴെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഏട്ടനോട് അവിടെ നിന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു രാത്രിയിൽ. ഞങ്ങൾ ആ പാലുകാച്ച് കഴിഞ്ഞ സമയത്ത് കഴിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ പാലുകാച്ചാന്ന് പറഞ്ഞ് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. രാത്രി പിന്നെ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ നമ്മുടെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് അപ്പം തന്നെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ആ വീട്ടിലിരുന്ന് തന്നെ എല്ലാം പൊട്ടിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാനും അമ്മയും ചേച്ചിയും ഉണ്ട്, ഏട്ടനും അണ്ണനും ഒക്കെ പുറത്ത് എവിടെയോ ആണ് കേട്ടോ. അപ്പം ഞാൻ അവളോട് പറഞ്ഞെടി, നമുക്ക് എന്തായാലും നല്ല കുഴഞ്ഞു വെക്കുവാണ്, നാളെ രാവിലെ എണീറ്റ് പൊട്ടിച്ച് നോക്കാൻ പറ്റത്തില്ല, അവൾക്ക് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കണം. അങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ രാത്രി തന്നെ ഇരുന്ന് എല്ലാം പൊളിച്ചടുക്കി. അങ്ങനെ ദാണ്ടെ രാത്രിയിലെല്ലാം പൊളിച്ചടുക്കി നോക്കിയതിന് ശേഷം ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അണ്ണനും ചേച്ചി ആദ്യം വീട്ടിലാണ് കിടന്നത്. എനിക്കെല്ലാം പറക്കെ കെട്ടി അങ്ങോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഹോം സ്റ്റേ തന്നെ കിടന്നു. ഇത് പിറ്റേന്ന് രാവിലെയാണ്. രാവിലെ ഏട്ടൻ ഓഫീസിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ ലാപ്പിലാക്കിയിട്ട്
ഫോണിൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ ഓഫീസിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പാലുകാച്ചിൻ്റെ നെസ്റ്റ് ഒക്കെ ദാണ്ട് പിടിക്കേണ്ട പൂത്തുലഞ്ഞ് കിടക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ചേച്ചി ഞാനും അണ്ണനും ആദ്യം മാത്രമേ ഉള്ളായിരുന്നു. അമ്മയ്ക്കന്ന് വായനയുള്ള ദിവസമായിട്ട് അമ്മ പോയി. അച്ഛനും വീട്ടിലുണ്ടായിരുന്നു. കടയൊക്കെ തുറക്കണമെന്ന് പറഞ്ഞ് അച്ഛനും പോയി. പപ്പയും അമ്മയൊക്കെ അപ്പുറത്തെ വീട്ടിലാണ്. പിന്നെ ഞങ്ങൾ എന്താണ് അങ്ങ് വീട്ടിലെ പരിപാടികളൊക്കെ കുറച്ച് തുടങ്ങാമെന്ന് കരുതി. കാരണം അവിടെ ഒന്നുമില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇല്ല എന്ന് പറയത്തില്ലേ, ആ അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്യാസും കുറച്ച് പാത്രവും തേയിലയും പഞ്ചാരയും ഒക്കെ പറക്കൊണ്ട് വന്ന് ഞങ്ങൾ കുറച്ച് കുക്കിംഗ് അങ്ങ് തുടങ്ങാമെന്ന് കരുതി. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചായ ഇട്ട് കേട്ടോ, ചേച്ചി ഒരു ചായ ഇട്ടു, ഞങ്ങൾ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ. പിന്നെ കുറേ അടുക്കി പറക്കലും കാര്യങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പറക്കൊണ്ട് വന്നു. രാത്രി ആയപ്പോൾ അണ്ണൻ മസാല ദോശയൊക്കെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. കാരണം ഞങ്ങൾ ഫുഡൊന്നും കുക്ക് ചെയ്തൊന്നുമില്ല അന്ന് വീട്ടിൽ. കാരണം എന്താ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. പിന്നെ തലേന്നത്തെ ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ കഴിച്ചത്. രാത്രി ആയപ്പോൾ താണ്ടേ മസാല ദോശയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഏട്ടൻ നേരെ പിന്നെ അങ്ങ് വീട്ടിൽ പോയാണ് കേട്ടോ. ഏട്ടൻ പിന്നെ എന്നെ വിളിക്കാനായിട്ട് പിറ്റേ ദിവസമാണ് വന്നത്. അതായത് ഞാൻ വീട്ടിൽ പോയത് പാലുകാച്ചിൻ്റെ പിറ്റേന്നാണ് കേട്ടോ. അപ്പം ഒരു ദിവസം അവിടെ ഞാനവിടെ അങ്ങ് നിന്നു. കാരണം ചേച്ചി ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒക്കെ എല്ലാം സെറ്റാക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാലുകാച്ചിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഒത്തിരി ദിവസങ്ങളായിട്ട് ഞാൻ ഇടുന്നൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ പാലുകാച്ചിൻ്റെ കാര്യങ്ങൾ. അതായത് ചേച്ചിയുടെ വീടിൻ്റെയൊക്കെ പ്ലാൻ വരയ്ക്കൽ, കല്ലിടിയിൽ, കട്ടളവെപ്പ്, വാർപ്പ്, തേക്കുന്നത്, പെയിൻ്റ് അടിക്കുന്നത്, ടൈലിടുന്നത്, ഓരോ ലൈറ്റുകൾ, പ്ലംബിംഗ് വർക്ക്, ഇതെല്ലാം ഞാൻ നമ്മുടെ വീടിൻ്റെ ആ ഒരു മേക്കിംഗ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാലുകാച്ചൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.